വരിക്ക ചക്കയുടെ ചൂള കണക്കെ തുടുത്തൊരു കല്യാണി തുടുത്തൊരു കല്യാണി കൊടകരയിലെ കാവടിയാടുമ്പോൾ കണ്ടടി ഞാനൊരു മിന്നായം ചക്കയുടെ മുള്ളൊഴിച്ച് ബാക്കി എല്ലാ ഭാഗവും കൂഞ്ഞ വരെ നമുക്കിതുപോലെ ഓരോ ഐറ്റം ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റും. ഹലോ നമസ്കാരം, സംസാരം ടി വിയിലേക്ക് വീണ്ടും സ്വാഗതം. പുഷ്പ ചേച്ചി നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. നമുക്ക് 2-3 വിഭവം ഇതുപോലെ വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ നമ്മളോട് പറഞ്ഞിരുന്നു ചക്ക വെച്ചിട്ട് ഒരു ഐറ്റം നമുക്ക് ഉണ്ടാക്കി തരാമെന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് ആ ഐറ്റമായിട്ടാണ് ചേച്ചി വന്നിരിക്കുന്നത്. പിന്നെന്താ പുഷ്പ ചേച്ചി നമുക്ക് ഉണ്ടാക്കി തരാം? സുഖം. ചേച്ചി തന്നെ ചക്കയുടെ ഒരു ഐറ്റം തുടങ്ങാന്ന് വെച്ച്. താങ്ക് യു. അപ്പോൾ എന്താ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചക്ക കൊണ്ട് ഒരു കിണ്ണത്തപ്പമാണ്. ചക്ക കൊണ്ട് കിണ്ണത്തപ്പം. അത് നമുക്കിപ്പോൾ വീട്ടിലായാലും ഗസ്റ്റിന് വരുമ്പോഴൊക്കെ കൊടുക്കാനായിട്ട് വളരെ ടേസ്റ്റ്ഫുള്ളാണ്. പിന്നെ ചക്ക കിണ്ണത്തപ്പം എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ ആൾക്കാർ അങ്ങനെ കിണ്ണത്തപ്പം കേട്ടിട്ടുണ്ടെങ്കിലും കഴിച്ചിട്ടുണ്ടാവും. അപ്പൊ ചക്ക കൊണ്ട് പലരും അങ്ങനെ കഴിച്ചിട്ടുണ്ടാവില്ല. പിന്നെ ഈ നാട്ടിൽ ഞങ്ങൾ അതൊക്കെ കൊടുത്ത് പരിചയമായി തുടങ്ങി. ഞങ്ങള് ചക്കയുടെ കുറെ ഐറ്റംസ് കയ്യിലുണ്ടല്ലോ. അപ്പൊ ഇന്ന് നമുക്ക് ഇതിനകത്ത് നമ്മള് പഴുത്ത ചക്ക, ശർക്കര, പിന്നെ അരിപ്പൊടി, തേങ്ങാപ്പാല്, പിന്നെ ഒരു നുള്ളു ഉപ്പ്. പിന്നെ നമ്മളിത് കലക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാക്കുന്നതിന് മുന്നേ ഏലക്കായ പൊടിച്ചിടും. പിന്നെ ഇത് നമുക്കൊരു അലങ്കാരത്തിന് വേണ്ടി നമ്മൾ ചെയ്യണം. അപ്പം ഇത് എത്ര ചക്ക നമ്മൾ എടുത്തിരിക്കുന്നത്? ഇതിപ്പോ നമ്മള് ഒരു 3 എണ്ണം ഉണ്ടാക്കാൻ പാകത്തിനുള്ള, അതായത് ഒരു വളം ചക്ക എടുത്തിട്ടുള്ളൂ. ഇങ്ങനെ ഇത്തിരി വളം. അപ്പൊ അതിനകത്ത് നമുക്കൊരു 1.5 വെല്ലം ശർക്കര. 2 തരത്തിൽ ചെയ്യാം. ശർക്കര മുന്നേ ഉരുക്കിയിട്ട് ചക്ക വേവിച്ചതിലിട്ടിട്ട് നമുക്ക് മിക്സിയിൽ അടിക്കാം. അതല്ലെങ്കിൽ കുക്കറിൽ ചക്ക വേവിക്കുമ്പോൾ ശർക്കര ഇട്ട് വേവിക്കാം. അതിനുശേഷം അത് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ അടിച്ച് അരിപ്പൊടിയിൽ കൂട്ടി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് വീണ്ടും അതിനെ മിക്സിയിൽ തന്നെ അടിച്ച് കുറച്ച് നേരം വെക്കും. അപ്പം അതിനൊരു സോഫ്റ്റ്നെസ് വരാൻ വേണ്ടിയിട്ടാണ്. 1 മണിക്കൂറൊക്കെ മിനിമം, അരമണിക്കൂർ കഴിഞ്ഞാലും കുഴപ്പമില്ല. നമുക്കത് അത്യാവശ്യം ഒരു സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഉള്ളടക്കം. നമുക്കിത് വൈകിട്ട് അങ്ങനെ ഇന്ന സമയത്ത് അങ്ങനെയൊന്നുമില്ല, ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാം. ഇത് സാധാരണ നമുക്ക് ഏറ്റവും നല്ലത് കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന നേരത്ത് അവർക്ക് കഴിക്കാൻ കൊടുക്കാനാണ് നല്ലത്. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇപ്പോൾ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ അവർക്കൊരു വെറൈറ്റി പലഹാരം എന്നുള്ള നിലയ്ക്ക് നമുക്കിത് കൊടുക്കാൻ പറ്റും. ഇത് ചീത്തയാവുമായിരിക്കും നമ്മൾ ചക്കപ്പഴം ആയതുകൊണ്ട്? ഇല്ല, അതെന്ന് വെച്ചാൽ ചക്ക നന്നായി വേവുന്നുണ്ട്. പിന്നെ അരിപ്പൊടി വെന്തതാണ്. പിന്നെ തേങ്ങാപ്പാലിലിട്ട് നമ്മൾ അടിച്ചിട്ട് പിന്നെ നന്നായി ആവിയിൽ വേവിക്കുന്നതല്ലേ. പിന്നെ നമുക്കിപ്പോൾ ഇന്ന് വൈകുന്നേരം ഉണ്ടാക്കിയ നാളെ രാവിലത്തേക്ക് അത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ രാവിലെ ഒന്നും കൂടി ഇതുപോലെ തന്നെ വെച്ച് ചൂടാക്കിയാൽ മതി. അപ്പം നമുക്ക് ആവി കയറ്റിയാൽ മതി. വെക്കാൻ തുടങ്ങിയാലോ? പിന്നെന്താ? അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ചക്ക കൊണ്ടുള്ള കിണ്ണത്തപ്പം ആരംഭിക്കാം. അപ്പോൾ നമ്മളങ്ങനെ സ്റ്റൗ കത്തിക്കുകയാണ്. നമ്മളിപ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടാണ് വയ്ക്കുന്നത്. നമ്മളതിൻ്റെ അരിപ്പത്തട്ട് നമ്മളിങ്ങനെ കമത്തിയിടും. നമ്മൾ ഇതിനകത്ത് വെക്കും. സാധാരണ ഇത് മാറ്റിയിട്ട് ഇതായിരിക്കും ചിലർ വെക്കുന്നത്. അപ്പോൾ നമുക്ക് അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം, കുഴപ്പമില്ല. പ്ലേറ്റിൽ നമ്മൾ എന്തെങ്കിലും നെയ്യോ എണ്ണയോ എന്തെങ്കിലും തൂത്തും? അത് ഒരു തുള്ളി വെളിച്ചെണ്ണ വെച്ചൊന്ന് വെറുതെ ഒന്ന് തുടച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് ഉണങ്ങി മീൻസ് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചൂടാറുമ്പോൾ എടുക്കുമ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഒഴിക്കാറായോ? ഒഴിച്ചോളൂ. പറഞ്ഞു തരണേ. ഒരു കയ്യിലും കൂടെ ഒഴിച്ചു. കിണ്ണത്തപ്പത്തിന് അധികം കനം പാടില്ല. ഇത് പതുക്കെ അങ്ങനെ മതി. എന്നിട്ട് അതിനകത്ത് കുറയ്ക്കാം. നമുക്ക് അണ്ടിപ്പരിപ്പ് ഇങ്ങനെ ഒരു 5-10 അങ്ങനെ 3-4 എണ്ണം അങ്ങനെ വെച്ചോളൂ. ഇങ്ങനെ വെക്കും. അങ്ങനെ വെച്ച് കൊടുക്കും. ഇങ്ങനെ വെച്ച് കൊടുക്കണം. അടച്ച് വെക്കുകയാണ്. ആവിയിൽ വേവണം. 5 മിനിറ്റ് നന്നായി തിളച്ച വെള്ളമാണെങ്കിൽ തിളച്ച ഒരു നന്നായി തിളക്കിയ ഇതായിട്ടാവുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് മതി നമുക്കിത് വേവാനായിട്ട്. പക്ഷെ ചൂടാറാനാണ് സമയം കൂടുതൽ.
ചക്കയായിരിക്കും ഏറ്റവും നല്ലത് ഇത് വെക്കാൻ വേണ്ടിയിട്ട്? ഇതിന് നല്ലത് വരിക്കച്ചക്ക തന്നെ. വരിക്കച്ചക്ക. കൂഴച്ചക്ക ആണെങ്കിലോ? കൂഴച്ചക്ക എന്ന് പറഞ്ഞാൽ പഴച്ചക്കനെയാണ് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ അത് കുഴപ്പമില്ല. പക്ഷെ അത് അടിക്കുമ്പോഴേ മിക്സിയിൽ അടിക്കുമ്പോൾ ചിലപ്പം അതിന്റെ ഒരു നൂല് അങ്ങനെ ഞാനത് വെച്ച് നോക്കിയിട്ടില്ല. കൂടുതലും നമ്മള് വരിക്കച്ചക്ക. ഇത് കൂടാഞ്ഞിട്ട് വേറെ എന്തൊക്കെയുണ്ട് ചക്കയുടെ ഐറ്റംസ്? പഴുത്ത ചക്ക കൊണ്ട് വേറെ എന്തൊക്കെയാ? പഴുത്ത ചക്ക കൊണ്ട് പിന്നെ നമുക്ക് സ്ക്വാഷ് ഉണ്ടാക്കാം. സ്ക്വാഷ് രണ്ടും കൊണ്ട് ഉണ്ടാക്കാം. സാധാരണ ഒരു നല്ലത് സ്ക്വാഷിന് നല്ലത് മധുരമൊക്കെ ഉണ്ടാവാൻ നല്ലത് പഴുത്ത ചക്ക തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിന് പകരം വട്ടയപ്പം ഉണ്ടാക്കാം. കുറച്ചധികം നേരം കലക്കി വെക്കണം തീർക്കാനായിട്ട്. പിന്നെ നമുക്ക് കട്ട്ലൈറ്റ്, അച്ചാറുകൾ, മിക്സർ, പിന്നെ അതിൻ്റെ കൂഞ്ഞോണ്ട് ഒരു സ്പെഷ്യൽ വിഭവമുണ്ട്. ചക്ക നമ്മൾ ചുളയുടെ മുകളിൽ നിന്ന് മുറിച്ചെടുക്കുന്നതായിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ മിക്സർ ഉണ്ടാക്കുന്നത്? മിക്സർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഞവണി, ചക്കക്കുരുകുരുവിനരിയും ചക്കക്കുരുവിന്റെ കുറച്ചെടുക്കും, അങ്ങനെ വരും. ചേച്ചി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? അന്ന് ഞങ്ങളെ പഠിപ്പിച്ച സമയത്ത് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഗ്യാപ്പായില്ലേ, ഞങ്ങൾക്ക് അതുകൂടെ ഒരിക്കൽ ഉണ്ടാക്കാം. അത് ചക്കയുടെ സീസൺ കഴിയുന്നതിന് മുന്നേ നമുക്ക് ഒരു ദിവസം ഉണ്ടാക്കാം. നമുക്കൊരു പാട്ട് പാടിയാലേ? പാട്ട് അങ്ങനെ പറയുമ്പളേ നമ്മ ഈ വരിക്കച്ചക്കനെ കുറിച്ച് മണിച്ചേട്ടൻ പാടിയിട്ടുണ്ട്. ചാലക്കുടി വന്ന് മണിച്ചേട്ടന്റെ പാട്ട് പാടാതെ പോണ്ട അല്ലേ? വരിക്കച്ചക്കയുടെ ചുള കണക്കെ തുടുതുടുത്തൊരു കല്യാണി, തുടുതുടുത്തൊരു കല്യാണി, കൊടകരയിലെ കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായം, കണ്ടടി ഞാനൊരു മിന്നായം. ഒരുവിധം ആയിട്ടുണ്ടോന്നൊന്നും നോക്കാം. നമുക്ക് 5 മിനിറ്റ് ആണെങ്കിലും ജസ്റ്റ് ഒന്ന് ഒന്നും കൂടെ ഒന്ന് ആവാനുണ്ട്. പൊങ്ങി വന്നിട്ടുണ്ട്. അത് നമ്മൾ ഇതിപ്പോ 1 മണിക്കൂറിൽ മേലെയായി. അതാണ് ഇങ്ങനെ. പഞ്ചസാര വെച്ചിട്ട് ഉണ്ടാക്കാം. നമ്മൾ ശർക്കര കൂടുതൽ ഉപയോഗിക്കാം. പഞ്ചസാര ആകുമ്പോൾ നമ്മള് പിന്നെ ചക്കയുടെ കൂടെ വേവിക്കണ്ട. അടിക്കുമ്പം തേങ്ങാപ്പാലും പിന്നെ നമ്മുടെ അരിപ്പൊടിയൊക്കെ കൂടെ അടിക്കുമ്പോൾ കൂട്ടി അടിച്ചാൽ മതി. പക്ഷെ ടേസ്റ്റ് കൂടുതൽ കിട്ടുക ഇതിനാണ്. പിന്നെ ചക്കയുടെയും ശർക്കരയുടെയും കളർ വരുമ്പോഴാണ് ഈ കളർ ഉണ്ടാവുക. അതാണ്. നന്നായിട്ട് പഴുത്ത ചക്കയാണോ ഇതിന് ഉപയോഗിക്കുന്നത്? നന്നായിട്ട് പഴുത്ത ചക്ക ആകുമ്പോൾ കുറച്ചും കൂടെ വേഗം വേവും. രണ്ടും കണക്ക് തന്നെ, കുഴപ്പമില്ല. ഇനി നമുക്ക് നിർത്തിയാലോ? അപ്പൊ നമ്മുടെ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് വന്നാലും സംശയം തീർക്കാം. 1 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. ഇനി വെന്തില്ല, മണം വരുന്നുണ്ട്. വെന്ത മണം വരുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് തുറക്കാം. ഇത് ചൂട് കൂടുതലായതുകൊണ്ടാണല്ലേ നമ്മൾ ഇതിൽ വെച്ച് ചൂട്ടോട് കൂടി എടുത്തു കഴിഞ്ഞാലെന്ന് വെച്ചാൽ ഇതിന്റെ അടി മുഴുവൻ ആ പാത്രത്തിൽ തന്നെ ഒട്ടിയിരിക്കും. നമുക്ക് ആ കിണ്ണത്തപ്പത്തിന്റെ ഒരു ഷേപ്പിൽ ചിലപ്പോൾ കിട്ടില്ല. അതുകൊണ്ടാണ്. എടുക്കാം. ചക്ക കിണ്ണത്തപ്പം. നമ്മുടെ ചക്ക കിണ്ണത്തപ്പം റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം അതെ നല്ല രസമുണ്ട്, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. എന്തായാലും ഇതിന് മണവും ഉണ്ട്. എന്തായാലും ടേസ്റ്റ് ഇപ്പം ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം പറയാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ചക്കയാണ് മെയിനായിട്ട് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അടിപൊളി ടേസ്റ്റ്. വീട്ടിലൊക്കെ നമ്മളിത് വൈകിട്ടൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കാൻ നല്ല ഇതായിരിക്കും, എളുപ്പമാണ്. ചക്ക ഉണ്ടെങ്കിൽ അത് വെറുതെ കളയാൻ നിൽക്കണ്ട. ഇത് അടിപൊളി കിണ്ണത്തപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാം.
ചേച്ചിയും കൂടെ ഒന്ന് കഴിച്ചേ. ആയിക്കോട്ടെ. ഞാൻ പറയാൻ പാടില്ലല്ലോ. എന്താ പറയാനുള്ള പ്രേക്ഷകരോടും, നല്ല മധുരമുണ്ട്, ചക്കേൻ്റെ ആ സ്വാദുണ്ട്, ഏലക്കപ്പൊടിയുടെയും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? നമ്മുടെ വീട്ടിൽ ഇപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഇപ്പോൾ ചക്ക എന്ത് കിട്ടിയാലും നമ്മളതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. കുറേ ആയി കഴിയുമ്പോൾ നമ്മൾ എല്ലാവരുടെ അടുത്ത് കളയും. അതാണ്. അപ്പോൾ അതിനെ ചിലപ്പോൾ ചിലവരിത് വേവിച്ച് വെക്കും, ശർക്കര ഇട്ട് വേവിച്ച് വെള്ളം വലിയിച്ച് വെക്കും. അപ്പോൾ പിന്നീട് ആയാലും എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ചക്കയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുക, അവർക്കൊക്കെ ഇതിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ വീട്ടിൽ വരുന്ന അതിഥികൾക്കും കൊടുക്കാം. വെറൈറ്റി ആയി. അപ്പം അവർ നോക്കുമ്പോൾ നല്ല പ്രത്യേക വിഭവം ഇങ്ങനെ കഴിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ വരും. പിന്നെ എല്ലാത്തിലും ഉപരി നമ്മുടെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, നമ്മൾ ഉണ്ടാക്കുന്ന സാധനം മറ്റൊരു വ്യക്തി നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ടാക്കുന്ന ആ വ്യക്തിക്കുള്ള ഒരു സംതൃപ്തി, അതാണ് നമുക്ക് എല്ലാത്തിലും ഉപരി ഉണ്ടാവുന്നത്. അപ്പം എനിക്ക് ആ സന്തോഷം ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ഇങ്ങനെയുള്ള വസ്തുക്കളൊന്നും പാഴാക്കി കളയാതെ നമ്മൾ അതിനെ എന്തുമാത്രം നമുക്ക് യൂട്ടിലൈസ് ചെയ്തെടുക്കാൻ പറ്റുമോ, ചക്കയുടെ മുള്ളൊഴിച്ച് ബാക്കി എല്ലാ ഭാഗവും കൂഞ്ഞ വരെ നമുക്കിതുപോലെ ഓരോ ഐറ്റം ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും അതുപോലൊരു ഐറ്റം വേറൊക്കെ ഉണ്ടാക്കി തരുന്നതായിരിക്കും. അതെ. അപ്പോൾ ചേച്ചി നമുക്കിനി ചക്ക കൊണ്ടുള്ള അടുത്ത ഐറ്റം ഉണ്ടാക്കി തരുന്നതായിരിക്കും. അപ്പോൾ ആരും ഇനി ഇത് കണ്ടല്ലോ, ആരും ഇനി ചക്ക വീട്ടിലുണ്ടെങ്കിൽ കളയേ വേണ്ട, ഇത് ഉണ്ടാക്കിക്കോ, കഴിച്ചോ. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.